ഞാൻ ഡോക്ടർ ശബരീഷ്, അമൃത ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ വിഭാഗം കൺസൾട്ടൻറ്റ്. ഉറങ്ങിക്കിടന്നിരുന്ന 2 കുട്ടികൾക്ക് പാമ്പ് കടിയേൽക്കുകയും അതിലൊരു കുട്ടി മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയും നാം എല്ലാവരും കേട്ടു. പാമ്പ് കടിയേറ്റ് ഓരോ ആൾക്കാർ മരിക്കുമ്പോഴും അത് നമ്മളെ കൂടുതൽ ജാഗരൂകരാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു മാസങ്ങളിൽ, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പാമ്പ് കടി കൂടാനുള്ള സാധ്യതയുള്ളത് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. വേനൽക്കാലമായി, അതിനനുസരിച്ച് തന്നെ പുറം ഭാഗങ്ങൾ, അതായത് പുറത്തൊക്കെ തന്നെ ചൂട് കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനനുസരിച്ച് പാമ്പുകൾ ചൂട് കുറഞ്ഞ തണുപ്പുള്ള ഭാഗങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. ഈ ഒരു വാർത്തയിലുള്ളത് ശംഖുവരയൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കോമൺ ക്രേറ്റ് എന്ന് പറയുന്ന പാമ്പാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ അതിൻ്റെ ഭക്ഷണം തേടി പുറത്തോട്ടിറങ്ങും. അതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് പലപ്പോഴും എലികളാകാം, ചെറിയ എലികളാകാം, മറ്റ് ചെറിയ പാമ്പുകളാകാം, പല്ലികളാകാം, തവളകളാകാം. ഇതൊക്കെ തേടി അത് പുറത്തോട്ടിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഇത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് എങ്ങനെയാണ് കയറുന്നത്? പലപ്പോഴും നമ്മുടെ ഡോറിൻ്റെ ഇടയിലുള്ള ഹോളുകളിലൂടെ, അത് കൂടുതലും ഇത് രാത്രിയാണ് സംഭവിച്ചിരിക്കുന്നത്. പാമ്പുകളും കൂടുതൽ രാത്രി പുറത്ത് ഭക്ഷണം തേടി അല്ലെങ്കിൽ ഈ തലപ്പ് തേടി ഇറങ്ങാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ കതകിൻ്റെ ഇടയിലുള്ള ഹോളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ പാളികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓടകളുണ്ടെങ്കിൽ, ഈ ഭാഗത്തോടുകൂടെയൊക്കെ തന്നെ ഈ പാമ്പുകൾ വീട്ടിൻ്റെ അകത്തോട്ട് കയറാനുള്ള സാഹചര്യമുണ്ട്. ഇനി ഇത് അഥവാ വീട്ടിനകത്ത് കയറാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും വീടിനെ ഒരു സ്റ്റേ പ്രൂഫ് ആക്കാൻ വേണ്ടിയുള്ള എഫേർട്സ് ഇടുക. അഥവാ വരുവാണെങ്കിൽ തന്നെ അത് നമ്മൾ ബൈറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുക. ഈ ഒരു സംഭവത്തിലുണ്ടായതുപോലെ തന്നെയാണ് പലപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ, തറയിൽ കിടന്ന് ഉറങ്ങുന്ന ഒരാളെ ക്രേറ്റ് കടിച്ചു എന്നുള്ളത് അത്ര അസ്വാഭാവികമായ ഒരു വാർത്ത അല്ല. ശരിക്കും പറഞ്ഞാൽ അത് സാധാരണ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന, ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ തന്നെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു രീതി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? പരമാവധി തറയിൽ കിടന്നുറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. പൊക്കമുള്ള കട്ടിൽ കിടന്നുറങ്ങുക എന്നുള്ളത് ഒരു സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷേ അഥവാ നമ്മളങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ തന്നെ അതിന് പ്രിവെൻറ്റ് ചെയ്യുക. പാമ്പ് ഉള്ളിലോട്ട് കടക്കാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യാവുന്നത് ഒന്നെന്ന് പറയുന്നത്, മുകളിൽ നിന്ന് തൂങ്ങുന്ന കൊതുകുവലകളുണ്ടെങ്കിൽ അത് ബെഡിൻ്റെ ഉള്ളിലോട്ട് ടഗ് ചെയ്ത് വെച്ച്, അതായത് ഗ്യാപ്പ് ഇടാതെ ഫുള്ളി കവർ ചെയ്തുള്ള രീതിയിലുള്ള കൊതുകുവല കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഇനി മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, നമ്മൾ ക്ലാസിക്കലി ഒരു പാമ്പ് കടി ഏൽക്കുമ്പോൾ നമ്മൾ പറയുന്നതായ ലക്ഷണങ്ങളുണ്ടല്ലോ. ആ ഒരു ഭാഗത്ത് വീർത്ത് വരിക, അല്ലെങ്കിൽ വേദനയുണ്ടാകുക, മുതലായ കാര്യങ്ങൾ. അതൊക്കെ പലപ്പോഴും ഈ ഒരു പാമ്പ്, അതായത് നമ്മുടെ ശംഖുവരയൻ എന്ന പാമ്പ് കടിക്കുമ്പോൾ ഉണ്ടാകണമെന്നില്ല. ഇതിൻ്റെ ബൈറ്റ് മാർക്ക് പോലും പലപ്പോഴും വളരെ വളരെ സൂക്ഷ്മമായിരിക്കും. നമ്മൾ ഒരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും ചിലപ്പോൾ ക്ലിയറായിട്ട് കാണാത്ത രീതിയിൽ പോലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ക്ലാസിക്കലായിട്ടുള്ള 2 കുത്തുള്ള മാർക്ക് ചിലപ്പോൾ കാണണമെന്നില്ല, ലോക്കൽ റിയാക്ഷൻസ് ഉണ്ടാകണം എന്നില്ല. പക്ഷേ ഈ കുട്ടിയിൽ ഉണ്ടായതുപോലെ തന്നെ വയറുവേദന, ഛർദി മുതലായ ലക്ഷണങ്ങൾ ഉണ്ടാകാം. അതിൽ ഉപരിയായിട്ട് ഇത് നമ്മളെ ബാധിക്കുന്ന നമ്മുടെ നാഡീവ്യൂഹങ്ങളെയാണ്. അപ്പോൾ പലപ്പോഴും ആദ്യമായിട്ട് കണ്ടുവരുന്ന ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് കുട്ടി പോവുക, മയക്കത്തിലോട്ട് പോവുക, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളിലോട്ട് പോവുക. ഇങ്ങനെയുള്ള ഒരു ന്യൂറോളജിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് ആണ് കൂടുതലായിട്ട് ഒരു ക്രേറ്റ് ബൈറ്റ് കാരണം ഉണ്ടാകുന്നത്. ഇതേ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു പാമ്പാണ് നമ്മുടെ കോബ്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂർഖൻ എന്ന് നമ്മൾ പറയുന്ന പാമ്പ്. അപ്പോൾ ഈ പാമ്പുകളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ക്ലാസിക്കലായിട്ട് പറയുന്ന ലക്ഷണങ്ങൾക്കുപരി കൂടുതലും ഇതേപോലത്തെ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് എന്നുള്ളതും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ കുട്ടികൾ പ്രത്യേകിച്ച് ഇങ്ങനെ രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് പെട്ടെന്ന് എണീറ്റിട്ട് ഉണ്ടാകുന്ന വയറുവേദനയും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ നമ്മൾ ഒരിക്കലും തന്നെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അത് പാമ്പ് കടി ആകാമെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകുകയും ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴായാലും ഇതിനുള്ളൊരു സാധ്യതകൾ, നമ്മൾ ചുറ്റോടും പാമ്പുകളുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത് ഡോക്ടറോട് പറയുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. ഇനി അഥവാ ഒരു പാമ്പ് കടി ഏറ്റു എന്ന് തന്നെ വിചാരിക്കുക, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്. അത് പലർക്കും ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യവും തന്നെയാണ്. ഒന്ന്, ആ പാമ്പ് കടി ഏറ്റ ഭാഗം പരമാവധി അനക്കാതിരിക്കാൻ നോക്കുക, ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും അതിൻ്റെ മുകളിലൊരു ഇറുക്കി കെട്ടുക എന്നുള്ളത് ഒരിക്കലും അഡ്വൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് പലപ്പോഴും കൂടുതൽ അപകടകരമായി മാറുന്നതായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഒരിക്കലും കെട്ടേണ്ട ഒരു കാര്യമില്ല. ആ ഭാഗം, കാലാണെന്നുണ്ടെങ്കിൽ കാല് ഇമ്മൊബിലൈസ് ചെയ്യുക, അനക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ പാമ്പ് കടിയേറ്റയാളെ പരമാവധി സമാശ്വസിപ്പിക്കുക, പ്രശ്നങ്ങളില്ല, ആശുപത്രിയിൽ പെട്ടെന്ന് എത്തിക്കാമെന്നുള്ളൊരു ധൈര്യം കൊടുക്കുക അയാൾക്ക്. കാരണം ഹൃദയത്തിൻ്റെ താളം കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഈ വെനം നമ്മുടെ ശരീരത്തിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു പാമ്പ് കടിയേറ്റാൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി 2, പാമ്പിനെ തല്ലിക്കൊന്ന് കൊണ്ടുവരിക, അതൊരിക്കലും തന്നെ നമുക്ക് അഡ്വൈസ് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ശരിയാണ്, ഒരു പാമ്പ് കടി ഏൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ അതിൻ്റെ ചികിത്സ നിർണ്ണയിക്കുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ്. ഒരു പാമ്പ് കടിച്ച വിഷപ്പാമ്പാണ്, അല്ലെങ്കിൽ വിഷമുള്ള ഒരു പാമ്പാണ് എന്നുള്ളതിൻ്റെ പുറത്തല്ല നമ്മൾ മരുന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിനുള്ള ASV എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ടായിരിക്കും. അതുകൊണ്ട് ഒരു പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ക്രൂഷ്യൽ ഒരു ഇൻഫർമേഷൻ അല്ല പലപ്പോഴും. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു പാമ്പ് കടിച്ചു, ആ പാമ്പ് ഫ്രണ്ടിലുണ്ട്, ഒരു ഫോട്ടോ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പാമ്പിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്ത് നിങ്ങൾ കടി വാങ്ങുക എന്നുള്ളതല്ല. പക്ഷേ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഒരു അഡീഷണൽ ഇൻഫർമേഷനായിട്ട് ചികിത്സിക്കുന്ന ആൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനായിട്ട് മാറാം. ഒരിക്കലും പാമ്പിനെ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്ത് കൊല്ലുക, അല്ലെങ്കിൽ കടിച്ച പാമ്പിനെ തല്ലിക്കൊല്ലുക എന്നുള്ള അഡ്വൈസബിൾ അല്ല. ഇതിനെന്താണ് പിന്നെ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ പലപ്പോഴും നല്ല റിസോഴ്സസ് അവൈലബിൾ ആണ്.
നമ്മളിപ്പോൾ എല്ലാവർക്കും ഫോണുള്ളതാണ്. ഫോണിൽ തന്നെ സർപ്പ എന്ന് പറയുന്ന ആപ്പുണ്ട്, സ്നേക്കിപീഡിയ എന്ന് പറയുന്ന ആപ്പുകളുണ്ട്. ഇതൊക്കെ തന്നെ സ്നേക്ക് റെസ്ക്യൂവേഴ്സിലോട്ടുള്ള ആക്സസ് നമുക്ക് തരുന്നുണ്ട്. അതിനകത്ത് ഏത് ഏരിയ നോക്കുവാണെങ്കിൽ എവിടെയാണ് സ്നേക്ക് റെസ്ക്യൂവേഴ്സ് ഉള്ളതെന്നുള്ള ഇൻഫർമേഷൻ നമുക്കുണ്ട്. അടുത്തുള്ള ഹോസ്പിറ്റൽസ്, ASV അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൻ്റെ പേരുകളും അതിൻ്റെ വിശദമായ വിവരങ്ങളും ഒരു ജിയോ ലൊക്കേഷൻ വെച്ചിട്ട് തന്നെ ഈ ആപ്പുകളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മറ്റ് സ്നേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും എല്ലാം തന്നെ ഈ ആപ്പുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള റിസോഴ്സസ്, റിലയബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും മറ്റൊരു നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട അതൊരു കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. റിലയബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്ത് ഈ ഒരു പ്രശ്നത്തെ നമുക്ക് നേരിടാം.